നമുക്ക് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായിരിക്കും ഉത്തരം, എങ്ങനെയായിരിക്കും വരുന്നതെന്നൊന്നും അറിയാനാണ്. പേര് പറഞ്ഞോളാം. ദേവനന്ദൻ, രവീണ, പ്രാർത്ഥന, അങ്കിത, ഓക്കെ. എല്ലാവരും ഏത് ക്ലാസ്സിലാ? എല്ലാവരും +2 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പരേഡൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണോ? ഒരു എനർജി ഇല്ലേ? എനർജി പറ. ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ന് നമ്മുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞത്? അപ്പോൾ ഇതൊരു തീം വെച്ചിട്ടില്ലേ? എന്താ തീം? എന്തായിരുന്നു ഈ 78ാമത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ തീം? എന്തായിരുന്നു? ഒച്ചത്തിൽ പറയണം. പറ. പരേഡിന്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, പറ. ഓക്കെ, വികസിത ഭാരതം. ഓക്കെ, അങ്ങനെ ആവോ? ഇനി ആക്കണോ? ആക്കോ? ആരാ ആക്കുന്നേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? വനിതാ പ്രധാനമന്ത്രി ഒച്ചത്തിൽ പറ. ആണോ? അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫ്ലാഗ് പിടിച്ചോ. ഇതിനൊരു നീളവും വീതിയും ഉണ്ട്. റേഷ്യോ 3:4. ജസ്റ്റ് ഒന്ന് കുറയ്ക്ക്. 3:2. അപ്പം ഗിഫ്റ്റ് വേണോ? വേണോ? അപ്പൊ തരാം അല്ലേ? എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഓക്കെ. എന്താ പേരെന്താ? ഓക്കെ. അപ്പം പരേഡൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? അല്ല, ചെയ്യുന്നതാണ് അല്ലേ? എന്താണ് +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്നാണ്? എൻട്രൻസ്. അതിൻ്റെ കൂടെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഈ ഫ്ലാഗിൻ്റെ അതിനൊരു നീളവും വീതിയും ഉണ്ടാവുമല്ലോ. ആ റേഷ്യോ അതെത്രയാണ്? 3:2 ആണോ? ആരോ വേറൊരു ആൻസർ പറഞ്ഞു. അപ്പോൾ അതായിരിക്കും തോന്നുന്നു കറക്റ്റ് ആൻസർ. ഉറപ്പിക്കണം. 3:2 ആണോ 3:4 ആണോ? ഉറപ്പാണോ? ഉറപ്പായിരിക്കണം. എനർജിയിൽ പറ. ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജനഗണമനയില്ലേ, പാടാനറിയാവോ? പാടിക്കട്ടെ. മുഴുവൻ പാടുവോ? കോൺഫിഡൻസ് ലെവൽ ഹൈ ആണല്ലേ? അതിനെത്ര വരികളുണ്ട്? പാടി നോക്കുന്നുണ്ട്. പറ. ഉറപ്പാണോ? തെറ്റ് പറയട്ടെ? ഞാൻ തെറ്റാന്ന് പറയട്ടെ? വേണ്ട. ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഒരേ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളത് മസ്റ്റായിട്ട് വായിക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താ? വായിച്ചിട്ടുണ്ടോ? കുറച്ചല്ലേ? മസ്റ്റായിട്ട് എല്ലാവരും അത് വായിക്കണം കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് വേണോ? വേണോ? വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പേരൊന്നും പറയാവോ? ഫസ്റ്റ് പറ. അർപ്പിത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാളും? 6th മോനോ? 4th. ഓക്കെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? മൊത്തത്തിൽ പറ. ഇൻഡിപെൻഡൻസ് ഡേ. അത് രണ്ടുപേർക്കും സൗണ്ട് ഇല്ലാത്ത. എന്നാ ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. 3 കറക്റ്റ് പറയണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം പറയാമോ? 1947. കറക്റ്റ് ആണോ? 1947. ബാക്കി പറ. ദിവസം പറ. ഓഗസ്റ്റ് 15. എന്തോ സംശയമുണ്ട്. ഓഗസ്റ്റ് 15 അല്ലേ? ഉറപ്പാണോ? 1947 ഓഗസ്റ്റ് 15. കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ച ഒരു മഹത് വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് പറയാം. മുഴുവൻ പേര് പറയണം. മോഹൻദാസ് കരംചന്ദ്. ഉറപ്പാ? വേറെന്തോ അല്ലേ? അല്ല, കറക്റ്റാ? 2 ആൻസർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എഡ്യൂസ് ലൈവ് എന്ന് പറഞ്ഞ പേര് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ പേര് ഓർമ്മയുണ്ടോ?
ഇല്ല. എഡ്യൂസ് ലൈവ്. ഓക്കെ, എഡ്യൂസ് ലൈവ് എന്ന് പറഞ്ഞ ചാനൽ, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ നമ്മളെ പേജ് ഉണ്ട്. അതൊന്ന് വേഗം ഒന്ന് ഫോളോ ചെയ്യാവോ? സബ്സ്ക്രൈബ് ചെയ്യാവോ? ഫോണ് വേഗം വാങ്ങിക്കും. ആരെ ചെയ്താൽ ഫോണിൽ വേഗം വാങ്ങിയിട്ട് ഫോളോ ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്തു വേഗം. വേഗം. അടുത്തേക്ക് എന്താ, എങ്ങനെയുണ്ട് പ്ലസ് വണ്ണാ പറഞ്ഞ? ഇപ്പം എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? എങ്ങനെയുണ്ട്? 9ാം ക്ലാസ് അല്ലേ? എവിടെ അടുത്താണോ വീട്? ലാത്ര. ഓക്കെ, ഉത്തരം പറയുന്ന ആരാ? എല്ലാവരും ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പേര് പറഞ്ഞു. മൈക്ക് പേര് പറഞ്ഞു. നിരഞ്ജന പറയണേ. പേര് പറഞ്ഞു. തീർത്ഥ. ആര്യ. അപ്പം ചോദിക്കാം അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദിക്കട്ടെ? ടെൻഷൻ ഭയങ്കര ടെൻഷൻ ഉണ്ട് അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തി ഉണ്ടല്ലോ, ആ മഹത് വ്യക്തി, അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയുടെ പേരെന്താണ്? ഫസ്റ്റ് പറ. അത് ആൻസർ പറയുന്നത് മൈക്ക് കൊടുക്കുക. സംശയം പറഞ്ഞോ? ആൻസർ പറഞ്ഞോ? തെറ്റിപ്പോട്ടെ, കുഴപ്പമില്ല. സമ്മാനം കിട്ടൂലെന്നേ ഉള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ആണോ? ഡൗട്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ടോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ? വായിക്കണം, ഫസ്റ്റായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ചോദിക്കട്ടെ? 78ാമത്തെ സ്വാതന്ത്ര്യദിനം നമ്മളിന്ന് ആഘോഷിക്കണം അല്ലേ? ഇതൊരു തീം പറഞ്ഞിട്ടുണ്ട്. ആ തീം എന്താണെന്ന് അറിയാമോ? ഈ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ഒരു തീം, 2024 ഓഗസ്റ്റ് 15 നമ്മൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനം, ഒരു തീം അവർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇത് ആഘോഷിക്കുന്നത്? അറിയില്ല. ഒരു ക്ലൂ വേണോ? അതായത് ഒരു എന്താ പറയുക, നമ്മുടെ രാജ്യം ഇനി മുന്നേറാൻ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് കുറേ കുട്ടികളുടെ ഇടയിൽ, അതുപോലെ മുതിർന്ന യുവജനങ്ങളുടെ ഇടയിൽ, പാവപ്പെട്ടവരുടെ ഇടയിലെല്ലാം ഉയർച്ച വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. വികസിതവുമായി ബന്ധപ്പെട്ട് അറിയില്ല. ഓക്കെ, അതിൻ്റെ ആൻസർ അറിയില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കട്ടെ? സ്വാതന്ത്ര്യദിനം എന്നാണ്? ഏത് വർഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? പറ. 1947 ഓക്കെ. അപ്പോൾ ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് വേണോ നിങ്ങൾക്ക്? ശരിക്കും കഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ജനഗണമനയിൽ എത്ര വരികളുണ്ട്? ഈ പാടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗാനം ജനഗണമനയിൽ എത്ര വരികളുണ്ട്? വരിയ ഓപ്ഷൻസ് ആണോ? വേണ്ടി വരുമോ? 10, 11, 12, 13. ഇന്ന് സ്കൂളിൽ പാടിയില്ലേ? ജനഗണമന പാടിയില്ലേ? 10, 11, 12, 13. ഉറപ്പാണോ? 13 ആൻസർ ഉറപ്പാണോ? കറക്റ്റ് ആൻസറാണ്. 13 എന്ന് പറയുന്നത് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അശോകചക്രം, അതായത് ഇത് നമ്മുടെ ഫ്ലാഗിൻ്റെ നടുക്കുള്ള അശോകചക്രം, അതിൽ എത്ര? ഓക്കെ, ക്വസ്റ്റ്യൻ ഫുള്ളാക്കുന്നതിന് മുന്നേ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഗിഫ്റ്റ് തരാം അല്ലേ? അപ്പം ഒരിക്കൽ കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നന്നായിട്ട് പഠിക്കാം. എഡ്യൂസ് ലൈവ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓരോരുത്തർ പേര് പറയാം. സ്വാതി, നമ്മുടെ ദേശീയ നാഷണൽ ജനഗണമന അതാരാ രചിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായിട്ട് ചൊല്ലിയൊരു ഇതുണ്ട്. എന്താ പറയുക, നമ്മുടെ ദേശഭക്തിയാണ് ചൊല്ലിയിട്ടുണ്ട്. അതേതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയൊരു സോങ്ങാണ്. അതറിയാമോ? ദേശഭക്തിയാണ്.
ഏറ്റവും കൂടുതൽ ചൊല്ലിയതാ വന്ദേ മാതരം. നമ്മുടെ അതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് പ്രസിഡന്റ് പറയണ നടക്കണം. ഫസ്റ്റ് പ്രസിഡന്റ് അല്ലേ? ജവഹർലാൽ നെഹ്റു. ഒരു ഡോക്ടർ വരുന്ന ആളാണ് വരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 5 ചോദ്യമാണ്, 4 ചോദ്യം നമ്മൾ ചോദിച്ചത്. ഒരു ചോദ്യം കൂടി ലാസ്റ്റ്. നമ്മുടെ അശോക ചക്രമല്ലേ, ഇപ്പോൾ തന്നിരിക്കുന്ന പതാകയിലുള്ള അശോക ചക്രത്തിൽ എത്ര ആരക്കാലുണ്ട്? 24. കറക്റ്റാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ലൈക്ക് ചെയ്ത് ഫോണുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എജ്യൂസ് ലൈവ് എന്ന് പറയുന്ന ലേണിംഗ് ആപ്പാണ് വരുന്നത്. അപ്പോൾ അത് എജ്യൂസ് ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീട്ടിൽ ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഇന്ന് നമ്മളെ ഈ വീഡിയോസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ 4 നല്ല സുന്ദര കുട്ടന്മാരും കൂടിയിട്ടുണ്ട്. അവരോട് ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ. പേരെന്ന് പറഞ്ഞേ? ദേവനന്ദി. അമർനാഥ്. ശ്രീനന്ദ്. ദിവാസ്. എല്ലാവരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ൽ. ഒരു 9ാം ക്ലാസ്സും ബാക്കി എല്ലാവരും 8ാം ക്ലാസ്സാണ്. അപ്പം ചോദ്യം ചോദിക്കട്ടെ? ചെറിയ ചോദ്യങ്ങളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മടിയായിട്ട് 4 പേരും സ്കൂളിൽ പോയിട്ടില്ല അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ചോദിക്കട്ടെ. നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത് ആരാ? ഗാന്ധിജി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, അതറിയാവോ? ഗാന്ധിജി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരറിയാവോ? ആ ആത്മകഥയുടെ പേര് എന്താ? ഗാന്ധിജി. ഓക്കെ പറ, ഒച്ചത്തിൽ പറ. എന്റെ സത്യാന്വേഷണ പരീക്ഷണം. ഓക്കെ, കറക്റ്റ് ആണോ? ആണോ? വേറെന്തെങ്കിലും ആണോ എഴുതിയത്? അല്ല, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അത് സംശയം, അപ്പൊ നിനക്ക് ഉറപ്പില്ലായിരുന്നോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കുകയാണേ. ഇത് കണ്ടോ, ഇതെന്താ സാധനം? അതിലെത്ര ഈ ആരോ എത്ര എണ്ണം ഉണ്ട്? 24. ഉറപ്പാ? ഇവർക്ക് എല്ലാത്തിന്റെ ആൻസർ അറിയാം. ഇന്ന് എവിടെ പോയതാ? ഓക്കെ, അപ്പൊ സമ്മാനം വേണ്ടേ? വേണോ? അത് ഞാൻ മടിയായിട്ട് തരാണ്ടിരുന്നാലോ? വേണ്ട അല്ലേ? അപ്പൊ നമുക്ക് ഇവർക്കുള്ള സമ്മാനം കൊടുക്കാം അല്ലേ? അപ്പൊ മടി കൂടാതെ സ്കൂളിൽ പോവുക, ഈ പെന്നൊക്കെ വെച്ച് എഴുതുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ ഓക്കെ അല്ലേ? ഹാപ്പി ഇൻഡിപെൻഡൻസ്. കൈ പിടിച്ചു. പേര് പറഞ്ഞു? അശ്വതി. അശ്വതി എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. എവിടെയാ? മാസിലെ ഗുരുദേവി. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ പറയാ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? ഒച്ചത്തിൽ പറ. ഇന്ദിരാഗാന്ധി. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. എന്നൊരു ഡൗട്ട്, ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല നമുക്ക്. ആൻസർ തെറ്റാനും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈ കൈ പിടിച്ചേക്കുന്ന ഫ്ലാഗ് ഇല്ലേ, ഇതിന്റെ നീളവും വീതിയും റേഷ്യോ, അതായത് നമ്മളെ ഇന്ത്യൻ പതാകയ്ക്ക് ഒരു നീളവും വീതിയും ഉണ്ടല്ലോ, അതിന്റെ അംശബന്ധം. റേഷ്യോ എന്ന് പറഞ്ഞാൽ അംശബന്ധം. അതെത്രയാണെന്നാ ചോദിച്ചത്. ഓപ്ഷൻസ് വേണോ? 1:1, 2:3, 3:2. 3:2 ആണ്. ഓക്കെ, അപ്പൊ കറക്കിക്കൊത്ത് പഠിക്കാറുണ്ടല്ലേ? അതിനാണോ പരീക്ഷ എഴുതാറ്? ഓക്കെ, അപ്പൊ അശ്വതിയുടെ 2 ആൻസർ കറക്റ്റ് ആണ്. സമ്മാനം വേണ്ടേ? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ എജ്യൂസ് ലൈവ് എന്നാണ് പേര്. ഓക്കെ, അശ്വതിക്കുള്ള ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ, ശരി. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടൊരു കണ്ടന്റ് പിടിച്ചേക്കാണ്. കുട്ടികളിൽ നിന്ന് മാറി നമുക്കൊരു വലിയൊരാളെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ഓക്കെ, KSRTC ഡ്രൈവറാണ്. KSRTCയുടെ ഡ്രൈവറാണ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇല്ലല്ലോ. നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയിൽ എത്ര വരികളുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? പാടി നോക്കുന്നുണ്ടോ? ക്ലൂ വേണോ? 10, 11, 12, 13. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? 13. സിമ്പിളായിട്ട് പറഞ്ഞു. അത് പാടി നോക്കിയോ? PSC കുറെ പഠിച്ചിട്ടുള്ളതാണ്.
സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കുന്നതാണ്. 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ്, +1 +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്ക് വരെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, അപ്പം പേരെന്താ? അശ്വിൻ. അശ്വിൻ. അശ്വിൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്നത് +1. പഠിക്കുന്നു. ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല ചോദിച്ചു. സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. ഈ കയ്യെ പിടിച്ചിരിക്കുന്ന ഫ്ലാഗ്, ഈ ഫ്ലാഗിന്റെ നടുക്കൊരു സാധനമുണ്ട്, എന്താണ്? അതിൽ എത്ര ആരോ ഉണ്ട്? അതായത് അശോക ചക്രത്തിന്റെ ഈ വീല് എത്ര എണ്ണം ഉണ്ടത്? ഏകദേശം നമുക്കറിയാലോ. 24. കറക്റ്റ് ആൻസർ ആണ് 24. എണ്ണി നോക്കിയോ? ഇല്ല, ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ദേശീയ ഗാനം ഏതാ? ജനഗണമന. പാടാനറിയോ? പാടിപ്പിക്കണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനഗണമന എത്ര വരിയുണ്ട്? എത്ര വരിയാ? 13. ആ, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ 2 ആൻസറും കറക്റ്റ് ആക്കിയുണ്ട്. സമ്മാനം വേണ്ടേ? വേണോ? തന്നാ വാങ്ങാല്ലേ? ഓക്കെ, അപ്പം ഈ പെണ്ണ് വെച്ച് പരീക്ഷ എഴുതിക്കും. പരീക്ഷ ആവാനായില്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. ഓക്കെ, പേരെന്താ? ഐശ്വര്യ, ശിവാനി, വിസ്മയ, അതുല്യ, ഗീതിക, സൂര്യ, നന്ദന. ഓക്കെ, എല്ലാവരും കോളേജ് സ്റ്റുഡൻസ് അല്ലേ? അപ്പം നമുക്ക് ഇത്രയും നേരം ചെറിയ കുട്ടികളായിരുന്നു, ഇനിയിപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. 2 ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സിമ്പിളാണ്, സ്വാതന്ത്ര്യദിനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പ്രയത്നിച്ച ഒരു മഹത് വ്യക്തി ഉണ്ടല്ലോ, ഓക്കെ. മഹാത്മാഗാന്ധി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയുടെ പേരെന്താണ്? പറഞ്ഞേ. ഓക്കെ, അതാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതായിരുന്നു ക്വസ്റ്റ്യൻ. ആത്മകഥയുടെ പേരായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യിക്കട്ടെ. ഈ കൈ പിടിച്ചിരിക്കുന്ന ഫ്ലാഗില്ലേ, ആ ഫ്ലാഗിനൊരു നീളവും വീതിയും ഉണ്ട് അല്ലേ? പറഞ്ഞോ? 3:2. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കേണ്ട ആവശ്യം വന്നില്ല. ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് വേണമല്ലേ? അപ്പോൾ തരാം അല്ലേ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. ഫ്ലാഗ് കുടിച്ചു. എൻ്റെ പേരെന്താ? സാഹിന, ഹിബ, അമ്ര. എന്താ ചെയ്യുന്ന എല്ലാവരും? ടെക്നിക്ക് അച്ഛത്തെ പറ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. സെക്കൻഡ് ഇയറാ? ഓക്കെ. 2 ചോദ്യം ചെയ്യിക്കട്ടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്? ടെൻഷനൊന്നും വേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജനഗണമന അറിയാലോ? പാടാൻ അറിയാവോ? മുഴുവൻ പാടിക്കട്ടെ? ഫുള്ള് പാടല്ലേ? കോൺഫിഡൻ്റ് ലെവൽ ഹൈ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. ആ ജനഗണമനയില്ലേ എത്ര വരികളുണ്ട് അതിന്? 13. കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യിക്കട്ടെ? ആൻസർ പറഞ്ഞു, ഗിഫ്റ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ കൈ പിടിച്ചിരിക്കുന്ന ഫ്ലാഗില്ലേ, ഇതിൻ്റെ നീളവും വീതിയും റേഷ്യോ എത്രയാണ്? ആഹാ, 2:3 അല്ല, വേഗം പറ. 3:8. കുറക്കി 3:3. ഇവിടെ ഏകദേശം ആൻസർ പറഞ്ഞു. 3:2 കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവർക്കുള്ള സമ്മാനം കൊടുക്കാം അല്ലേ? വരട്ടെ. താങ്ക് യു. ഓൺലൈനായിട്ടുള്ള ട്യൂഷൻ സെൻ്ററാണ്. അപ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടോ സിബ്ലിങ്സ് പഠിക്കുന്ന 8 മുതൽ 12 വരെയുള്ള കുട്ടികളാരെങ്കിലും വീട്ടിൽ? സ്പോക്കൺ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് ക്ലാസ് വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു മെൻറ്റർ ഉണ്ടാവും, അങ്ങനെയാണ്
ഫോണില്ലേ 3 പേരുടെ കയ്യിൽ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാവോ ഇൻസ്റ്റാഗ്രാം പേജ് എഡ്യൂസ് ലൈവിൻ? 3 പേരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? അഭിനന്ദന. ആതിര. വീണ. എന്താ ചെയ്യുന്നത് 3 പേരും? +2. സയൻസ് ആണോ? കൊമേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ 3 പേർക്കും. 1 പേര് പിടിച്ചോ? ചോദ്യം ചോദിക്കാം അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രയത്നിച്ചൊരു മഹത് വ്യക്തിയുണ്ട്, ഗാന്ധിജി. ആ ഗാന്ധിജിന്റെ ഒരു ആത്മകഥയുണ്ട്. അതിന്റെ പേരെന്താണ്? ഗാന്ധിജി എഴുതിയ ആത്മകഥ. സത്യാന്വേഷണ ആ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാ. ആ, ആണോ? അതെ, അതെ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം, മസ്റ്റായിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ കൈ പിടിച്ചിരിക്കുന്ന ഫ്ലാഗ് ഇല്ലേ, ഈ ഫ്ലാഗിന്റെ നടുക്കുള്ള ഇതില്ലേ, എന്താ അത്? അതിന് എത്ര ഇതുണ്ട്, ആരമുണ്ട്? 24. ഉറപ്പാണോ? തെറ്റാണെങ്കിലോ? കറക്റ്റാ? ഞാൻ പറയുന്ന 24 അല്ല. 24. ഓക്കെ, അപ്പൊ 2 ആൻസറും കറക്റ്റ് ആൻസർ ആണ്. ഗിഫ്റ്റ് വേണോ? ആണോ? ഓക്കെ. ഏതിനാണല്ലേ വീട്? ഓക്കെ, എഡ്യൂസ് ലൈവ് എന്ന് പറഞ്ഞ ചാനലുണ്ട്.